എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ, അതായത് ശംഭരവധത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ചെറിയ നാക്കുപിഴവ് വന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ശബരി ആശ്രമത്തിൽ പോയി എന്ന് തുടർച്ചയായി 2-3 പ്രാവശ്യം പറയുകയുണ്ടായി. ശബരി ആശ്രമമല്ല, ബദരി ആശ്രമമാണ്. അത് ഒരു നാക്കുപിഴവ് വന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ഭഗവാനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അത് തിരുത്തി അങ്ങനെ ശബരി ആശ്രമം എന്നുള്ളത് ബദരി ആശ്രമം എന്ന് മനസ്സിലാക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്യാമന്തകമണി, അതിനെപ്പറ്റിയുള്ള കഥയാണ്. പണ്ട് മിത്രൻ എന്നൊരു പ്രമാണി, യാദവ രാജാവല്ല കേട്ടോ, യാദവ പ്രമാണിയാണ്. പ്രമാണിക്കും രാജാവിനും വ്യത്യാസമുണ്ട്. പ്രമാണി പറഞ്ഞ ഒരു പണക്കാരൻ, എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ എന്ന് മാത്രം, രാജാവല്ല. യാദവ പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിഖൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രൻ്റെ പുത്രനാണ് സത്രാജിത്ത് എന്ന യാദവ പ്രമാണി. അപ്പോൾ മിത്രൻ്റെ പുത്രൻ നിഖൻ്റെ പുത്രൻ സത്രാജിത്തിന് ഒരു അനുജൻ കൂടിയുണ്ട്, പ്രസേനൻ എന്നൊരു അനുജൻ കൂടിയുണ്ട്. അങ്ങനെ 2 മക്കളാണ്. ഈ സത്രാജിത്ത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പണത്തോട് കൂടുതൽ ആഗ്രഹമായിരുന്നു. നമ്മുടെ ഇടയിലും ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ചിലവരുടെ ജന്മസിദ്ധിയാണ്. അവർക്ക് ഈ ദൈവം എന്തു കൊടുത്താലും അവർക്ക് പണത്തിന് മീതെ ഒന്നുമില്ല. പണം പറഞ്ഞ് അതുണ്ടാക്കാൻ, അതിൻ്റെ പിന്നാലെ എന്ത് വൃത്തികെട്ടതും ചെയ്യാൻ തുനിയുന്ന ആൾക്കാരും നമ്മുടെ ഇടയിൽ ഇന്നുമുണ്ട്. പക്ഷെ സത്രാജിത്ത് അങ്ങനെ വൃത്തികേടൊന്നും കാട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പണം 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 ഇതൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, തനിക്ക് ഉള്ള ഐശ്വര്യത്തിന് പുറമെ ഇനിയും അത് കൂട്ടണം എന്നുള്ള ഇതിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആദിത്യ ഹൃദയ മന്ത്രം. സൂര്യഭഗവാൻ പ്രത്യക്ഷമായി അദ്ദേഹത്തിന് ശ്യാമന്തകമണി എന്നൊരു വിചിത്രമായ ഒരു മണി കൊടുത്തു. ഈ മണിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, 1, ദിവസവും 8 ഭാരം സ്വർണം നൽകും. 8 ഭാരം എന്ന് വെച്ചാൽ ഏകദേശം ഇന്ന് 20 കിലോയോളം വരും. ഞാൻ ഏകദേശം കണക്കൊന്നും എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല കേട്ടോ. ഏകദേശം 20 കിലോ സ്വർണം ദിവസവും നൽകും. അതിനു പുറമെ അതിൻ്റെ പ്രകാശം വളരെ കണ്ണഞ്ചിക്കുന്ന പ്രകാശമാണ്. 2, ഇത് ദുരുപയോഗപ്പെടുത്തിയാൽ ദാരിദ്ര്യവും വരും. അങ്ങനെ കൂടിയുണ്ട്. ഈ സാധനം സത്രാജിത്തിന് അദ്ദേഹം നൽകി. സത്രാജിത്ത് അതും കൊണ്ടുപോയി. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രചാരമായി, സത്രാജിത്തിന് എങ്ങനെയൊന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. നമ്മുടെ കൃഷ്ണഭഗവാന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം സത്രാജിത്തിനെ വിളിച്ചു വരുത്തി. പറഞ്ഞു, സത്രാജിത്തെ, താങ്കൾക്ക് ഇങ്ങനെ ഒരു മണി കിട്ടി, താങ്കൾ അധ്വാനിച്ച് കിട്ടിയതാണെന്നും എനിക്ക് മനസ്സിലാക്കി. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ മണി ഇരിക്കേണ്ട സ്ഥലം ഒരു സാധാരണ മനുഷ്യൻ്റെ കയ്യിലല്ല, ഒരു രാജധാനിയിലാണ്. അതുകൊണ്ട് ഉഗ്രസേനന് അത് കൈമാറുക. കാരണം രാജധാനിയിലാണെങ്കിൽ പ്രജകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക, ഉഗ്രസേനനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. സത്രാജിത്ത് അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ ഇരുന്ന സമയത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ ആ മാലയെടുത്ത്, ആ മണിയെടുത്ത് തൻ്റെ കഴുത്തിൽ കെട്ടി ഒരു കുതിരപ്പുറത്ത് വേട്ടയ്ക്ക് പോയി. കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന വഴിയിൽ കാട്ടിൻ്റെ മധ്യഭാഗത്തെത്തിയ സമയത്ത് അവിടെ ഒരു സിംഹം കിടക്കുന്നുണ്ടായിരുന്നു. ആ സിംഹത്തിൻ്റെ കണ്ണിൽ ഈ ഇതിൻ്റെ പ്രഭ കൊണ്ട് കണ്ണ് മഞ്ചിക്കാൻ തുടങ്ങിയ സമയത്ത് സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം ഈ കുതിരയെ പിന്തുടർന്ന് കുതിരയെ അടിച്ചു കൊന്നിട്ട് അപ്പോൾ സത്രാജിത്തോട് സത്രാജിത്തിന് പിന്നാലെ പോയി.
അയാളെ അടിച്ചു കൊന്ന് ആ ശ്യാമന്തകമണിയെ കടിച്ചുകൊണ്ട് കുറേ ദൂരം ഇങ്ങനെ പോയി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിലാണ് ജാംബവാൻ. ജാംബവാൻ എന്ന് വെച്ചാൽ ഒരു കുരങ്ങ് മാത്രമാണ്, പ്രസിദ്ധനായ കുരങ്ങ്. അതായത് നമ്മുടെ ബ്രഹ്മാവിൻ്റെ വിയർപ്പിൽ നിന്നുണ്ടായവനാണ് ജാംബവാൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ജന്മങ്ങളെപ്പറ്റി പറയുന്ന സമയത്ത്, സൃഷ്ടിയെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ബ്രഹ്മാവിൻ്റെ വിയർപ്പിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് ജാംബവാൻ. ആ ജാംബവാൻ താമസിച്ചിരുന്ന ഒരു ഗുഹ അവിടെ ആയിരുന്നു. ഇതിൻ്റെ ഈ സിംഹം പോയതിൻ്റെ അടുത്തുള്ള ഗുഹയിലായിരുന്നു. ഇതിൻ്റെ പ്രഭയൊക്കെ കണ്ട സമയത്ത്, ഈ സിംഹത്തിനെയൊക്കെ കണ്ട സമയത്ത് ജാംബവാൻ പുറത്തു വന്നു. അദ്ദേഹത്തിന് വളരെയധികം വയസ്സായി. അതോ ത്രേതായുഗത്തിലും ജീവിച്ച ആളാണ്, ശ്രീരാമൻ്റെ കൂടെ ജീവിച്ച ആളാണ്, വയസ്സായി. പക്ഷേ ആരോഗ്യത്തിന് വലിയ കുറയൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ സിംഹത്തിനെ അടിച്ചു കൊന്ന് ആ മണി കരസ്ഥമാക്കി ഇതിൻ്റെ അകത്ത് പോയി. അതെങ്ങനെയായി? ഇങ്ങനെ വേട്ടയ്ക്ക് പോയ അനുജനെ കാണാതെ ഇരുന്ന സമയത്ത് സത്രാജ്യത്തെ എന്ത് ചെയ്തു, കുറേ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി. എന്ത് പറ്റി എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കാട് മുഴുവൻ നടക്കാൻ നോക്കിയ സമയത്ത് എവിടെയും കാണില്ല. അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ മരിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ വന്ന് നാട് മുഴുവൻ പ്രചരിച്ചു, ഇത് കൃഷ്ണൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കൃഷ്ണൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വേറെ ആരും അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ദുഷ്പ്രചരണവും നടത്തി. ഇതങ്ങനെ ആയ സമയത്ത് കൃഷ്ണന് ഇത് ചെവിക്കൊണ്ടു. അദ്ദേഹം ശരി, ഇത് ഏതായാലും നമുക്ക് ഇത് കണ്ടുപിടിക്കണം, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, കുറേ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വനത്തിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് ആദ്യം ഒരു കുതിര ചത്ത് കിടക്കുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ തൊട്ട് കുറച്ചങ്ങോട്ട് പോയ സമയത്ത് ഈ സത്രാജ്യത്തിൻ്റെ ഇതും കണ്ടു. അത് കഴിഞ്ഞ സമയത്ത് ഒരു സിംഹത്തിൻ്റെ 5 കാലുകളുള്ള അടയാളം കണ്ടു. അതിനെ പിന്തുടർന്ന സമയത്ത് വേറെ ഒരു 5 പാദങ്ങൾ കണ്ടു. ഈ പാദങ്ങൾ കണ്ടത് ഈ ഗുഹാമുഖത്തിൻ്റെ മുഖത്ത് വെച്ചാണ് കണ്ടത്. അപ്പോൾ അവർ ഊഹിച്ചു, ഈ ഗുഹയ്ക്കകത്തായിരിക്കാം എന്ന് ഊഹിച്ച് കൃഷ്ണൻ എന്തു പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കൻ, ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്ത് പോയ സമയത്ത് എന്താണ്, ഒരു ബാലൻ, ഒരു കുട്ടി ഈ ശമന്തകമണിയും വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രഭയിൽ കൃഷ്ണനെ കണ്ട സമയത്ത്, ഗുഹയാണല്ലോ, ഇരുട്ടിൽ കൃഷ്ണൻ്റെ ആ രൂപം, ആ കറുത്ത രൂപം കണ്ട സമയത്ത് കുട്ടി അങ്ങനെ കരയാൻ തുടങ്ങി. ബഹളം വെച്ച സമയത്ത് സമീപത്ത് ജാംബവാൻ ഇരിക്കുന്നുണ്ട്. ജാംബവാൻ പെട്ടെന്ന് എണീറ്റ് നോക്കുന്നത് കൃഷ്ണൻ നിൽക്കുന്ന കണ്ടു. കൃഷ്ണനാണോ രാമനാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം മുഷ്ടി ചുരുട്ടി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയ സമയത്ത് കൃഷ്ണൻ അതിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചടിച്ചില്ല. പ്രത്യേകം പറയണം കേട്ടോ, തിരിച്ചടിച്ചു എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ തിരിച്ചടിച്ചില്ല. ദ്വന്ദ്വയുദ്ധമാണ് നടന്നത്. അദ്ദേഹം അടിക്കുന്നതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയത്. അങ്ങനെ കുറേ അടിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ക്ഷീണം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഹേ രാമ, രഘുപതേ, എന്താ ഞാൻ ഈ ചെയ്യുന്നത്? ഞാൻ ഇതുവരെ ആരോടും തോറ്റിട്ടില്ല, എന്ത് എനിക്ക് പറ്റി പറഞ്ഞു. ക്ഷീണിച്ച് താഴത്ത് വീണ സമയത്ത് അദ്ദേഹത്തിന് ബോധം വന്നു. എന്താണ്, കഴിഞ്ഞ ജന്മത്തിൽ രഘുപതി, അതായത് ശ്രീരാമൻ, അദ്ദേഹത്തോട് പറയുണ്ടായി, നിന്നെ ഞാനല്ലാതെ മറ്റാർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ ഒന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ? പട്ടാഭിഷേകത്തിന് ശേഷമാണത് സംഭവിച്ചിരിക്കുന്നത്. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം സംഭവിച്ചതാണത്. അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നു. ഉടനെ അദ്ദേഹം എണീച്ചു നിന്നു. എനിക്ക് തെറ്റുപറ്റി, ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞ് കാല് പിടിച്ചു. പ്രഭോ, എന്നെ മാപ്പ് തരണം, എനിക്കറിയില്ല താങ്കൾ ഇന്ന ആളാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജാംബവനെ, താങ്കൾ തെറ്റല്ല ചെയ്തത്, അറിയാതെ ചെയ്തതാണ്. രാമനും കൃഷ്ണനും ഞാൻ തന്നെയാണ്. ത്രേതായുഗത്തിൽ ഞാൻ രാമനായി നിങ്ങളെ കണ്ടു, ദ്വാപരയുഗത്തിൽ ഞാൻ കൃഷ്ണനായി നിങ്ങളെ കാണാൻ. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം താങ്കൾക്ക് ദർശനം തരണം എന്നാണ്. അതിൻ്റെ കൂടെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു മണി, ശ്യാമന്തകം എന്ന മണി
ഇതാ താങ്കളുടെ പുത്രൻ വെച്ച് ചോദിക്കുന്നു. ഈ പുത്രൻ്റെ പേര് എന്താണെന്നറിയോ? സുകുമാരൻ എന്നാണ്. സുകുമാരൻ, അതായത് ജാംബവാൻ്റെ ഇളയപുത്രൻ. ജാംബവാൻ പട്ടാഭിഷേകത്തിന് ശേഷം ഒരു ഗന്ധർവ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവളിൽ 2 കുട്ടികളുണ്ടായി. ഒന്ന് ജാംബവതി, രണ്ടാമത് സുകുമാരൻ. ഇങ്ങനെ 2 പുത്രന്മാരായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വേഗം കാലിൽ വീണ് നമസ്കരിച്ച്, ഇതാ പറഞ്ഞ ഈ രത്നത്തിനെ എടുത്തുകൊണ്ട് അകത്ത് പോയി ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് ജാംബവതിയെ കൂട്ടിക്കൊണ്ടുവന്നു. പറഞ്ഞു, പ്രഭോ, ഇതെൻ്റെ മകളാണ്. ഇവൾ വളരെ കാലമായി താങ്കളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന വ്രതത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ രത്നത്തോടൊപ്പം ഈ രത്നവും, ഈ 2 രത്നങ്ങളും താങ്കൾ എനിക്ക് വേണ്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ജാംബവാനെ, എൻ്റെ ഭക്തന്മാർ തരുന്നത് ഞാൻ എന്താ സ്വീകരിക്കാത്തത്? ഞാൻ ധാരാളമായി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ജാംബവതിയെ വന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പുറത്തു നിന്ന് ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാൽ, അവരെ ഈ യുദ്ധം, ജാംബവാനും ശ്രീകൃഷ്ണനും തമ്മിൽ നടന്ന യുദ്ധം 28 ദിവസം നടന്നത്. 1-2 ദിവസമല്ല, 28 ദിവസം. അപ്പോൾ 12 ദിവസം ശ്രീകൃഷ്ണൻ്റെ കൂടെ വന്നവർ പുറത്ത് കാത്തു നിന്നു. ഒന്നും കണ്ടില്ല. അപ്പോൾ കൃഷ്ണനും മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് കരുതി അവർ ദ്വാരകയ്ക്ക് പോയി എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, കൃഷ്ണൻ അകത്ത് പോയി ഇതുവരയ്ക്കും വന്നിട്ടില്ല, അദ്ദേഹവും മരിച്ചിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇതായി. 28 ദിവസം അവിടെ യുദ്ധം തീർന്നു. അപ്പോൾ ഇത് തന്നെ ജാംബവാനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ജാംബവാന് 2 അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്? ബ്രഹ്മാവ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവിൻ്റെ വിയർപ്പിൽ നിന്നുണ്ടായവനാണ് ജാംബവാൻ. അപ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഒരു വരം കൂടിയും കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഭഗവാന്റെ 10 അവതാരങ്ങളും കഴിഞ്ഞ ശേഷമേ നിനക്ക് മൃത്യു അല്ലെങ്കിൽ സായുജ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണഭഗവാന്റെ 10 അവതാരം, 9 അവതാരം അദ്ദേഹം കഴിഞ്ഞു കഴിഞ്ഞു ശ്രീരാമൻ. അതാണ് ത്രേതായുഗത്തിലെ ഏറ്റവും അവസാനത്തെ. ദ്വാപരയുഗത്തിൽ വന്ന സമയത്ത് ശ്രീകൃഷ്ണൻ, അതുകൊണ്ടാണ് അദ്ദേഹം ദ്വാപരയുഗം വരെ ഇരുന്നത്. അപ്പോൾ 10 അവതാരവും കണ്ട ഒരേ ഒരു മഹാനാണ് നമ്മുടെ ജാംബവാൻ. അദ്ദേഹത്തോട് യുദ്ധം തോൽപ്പിക്കാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നൊരു വരം കൂടി ബ്രഹ്മാവ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അങ്ങനെ നമ്മൾ ശ്യാമന്തക മണിയുടെ കഥ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ സമയത്ത് സത്രാജിത്തിന് മനസ്സിലായി താൻ ചെയ്ത തെറ്റ് എന്താണെന്ന്. അത് പ്രകാരം അദ്ദേഹം മാപ്പ് ചോദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു. അദ്ദേഹം മാപ്പ് ചെയ്തു. അതിൻ്റെ ഫലമായി സത്രാജിത്ത് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് മഹാവിഷ്ണു വിവാഹം കഴിച്ചു കൊടുത്തു. ഇതിലെന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ടല്ല പറയണം, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റുകൾ ധാരാളം വരില്ല എന്നല്ല പറയണത്, വരും. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. തുടർച്ചയായി ഞാൻ വീണ്ടും പറയാം അടുത്ത എപ്പിസോഡ്. നമസ്കാരം. കേട്ടതിന് വളരെ നന്ദി, വളരെ വളരെ നന്ദി. എല്ലാവർക്കും വളരെ നന്ദി.